സെക്ഷനിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ റിവിഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ത്രൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സിലബസ് പോർഷന്റെ കംപ്ലീറ്റ് റിവിഷൻ ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക. ആൻഡ് നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെയും എക്സ്പ്ലനേഷൻ ആഫ്റ്റർ ദി ആൻസർ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the law of diminishing marginal utility implies that option A, total utility increases at a decreasing rate. Option B, marginal utility increases with consumption. And option C, total utility decreases with each unit. And option D, marginal cost decreases with കൺസംഷൻ. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ. എല്ലാവരും ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇതിന്റെ ആൻസർ വരുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ് എന്നാണ് ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇംപ്ലൈസ് ദാറ്റ്. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ മീൻ ചെയ്യുന്നത് എന്നാണ്. ആക്ച്വലി അതിന്റെ മീൻ ചെയ്യുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനാണല്ലോ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ മാർജിനൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ഡിക്രീസ് ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത്. സോ എന്താണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്? എന്താണ്? ഒരു കൺസ്യൂമർ വെൻ കൺസ്യൂമിങ് എ പർട്ടിക്കുലർ ഗുഡ് ഫോർ എ ലോങ് പീരീഡ്, ദ യൂട്ടിലിറ്റി ഡിറൈവ്സ് ഫ്രം ഈച്ച് യൂണിറ്റ് ഓഫ് കൺസംഷൻ, ദാറ്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി, ഗോസ് ഓൺ ഡിമിനിഷിംഗ്. ഓരോ യൂണിറ്റ് അഡീഷണൽ കൺസ്യൂം ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു തിയറിയെ ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയും. എന്താണ് ഗോസൻസ് സെക്കൻഡ് ലോ? ഗോസൻസ് സെക്കൻഡ് ലോ ഏതാണ്? ലോ ഫിക്റ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഗോസൻസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following utility functions exhibits constant marginal utility of income? Option A, Cobb-Douglas. Option B, linear utility. Option C, CES utility. And option D, quasi-linear utility. ഇതിൽ ഏതാണ് കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഇൻകം എക്സിബിറ്റ് ചെയ്യുന്നത്? തെറ്റിക്കോട്ടെ, അറിയാവുന്ന പോലെ ആൻസർ ചെയ്യാം. ആൻസർ വരുന്നത് കോസി ലീനിയർ യൂട്ടിലിറ്റി ആണ്. സി ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? ഇതിൽ ഏത് യൂട്ടിലിറ്റി ഫംഗ്ഷനിലാണ് കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം അസ്യൂം ചെയ്യുന്നതെന്നാണ്. സോ കോസി ലീനിയർ യൂട്ടിലിറ്റി ഫംഗ്ഷനിലാണ് നമ്മൾ ഒരു കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി എം യു ഓഫ് ഇൻകം കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തത്. Indifference curves that are convex to the origin imply increasing marginal rate of substitution. Option B, constant marginal rate of substitution. And option C, diminishing marginal rate of substitution. And option D, perfect substitutes. ഇതിൽ ഏതാണ് indifference curve? In which case indifference curves are convex to the origin? ആൻസർ ചെയ്തേ. ആൻസർ വരുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഇൻഡിഫറൻസ് കർവ് ഇൻക്രീസിംഗ് ആവുമ്പോൾ കോൺകേവ് ടു ദി ഒറിജിൻ ആയിരിക്കും. MRTS അല്ലെങ്കിൽ MRS ഇൻക്രീസിംഗ് ആവുന്ന കേസിൽ
indifference curve will be concave to the origin. Perfect substitutes in the കേസിലോ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ എന്താണ് എങ്ങനെയാ വരിക? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. കോംപ്ലിമെന്ററി ഗുഡ്സ് ആണെങ്കിലോ, പെർഫെക്റ്റ് കോംപ്ലിമെന്ററീസ് ആണെങ്കിലോ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ എൽ ഷേപ്പ് അല്ല? യെസ്, എൽ ഷേപ്ഡ് ആയിരിക്കും. അപ്പോ ഓർത്ത് വെക്കാം, MRS ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് വിൽ ബി കോൺകേവ് ടു ദി ഒറിജിൻ, ആൻഡ് ഇഫ് MRS ഈസ് ഡിക്രീസിംഗ് ഡിമിനിഷിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കോൺവെക്സ് ടു ദി ഒറിജിൻ. ആൻഡ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് പെർഫെക്റ്റ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണെങ്കിൽ എൽ ഷേപ്ഡ് ആയിരിക്കും. അതിനെ ലിയോണ്ടിക് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും, ഒരു എൽ ഷേപ്ഡ് ഇൻഡിഫറൻസ് കർവിനെ. ഇനിയിപ്പോ ഐസോകോണ്ടിന്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. ഐസോകോണ്ടിന്റെ കേസിലും ഇൻക്രീസിംഗ് MRTS ആണെങ്കിൽ ഇറ്റ് വിൽ ബി കോൺകേവ് ടു ദി ഒറിജിൻ, ആൻഡ് ഡിമിനിഷിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് MRTS ആണെങ്കിൽ ഇറ്റ് വുഡ് ബി എങ്ങനെയായിരിക്കും? കോൺവെക്സ് ടു ദി ഒറിജിൻ. ആൻഡ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ഐസോകോണ്ട് എന്തായിരിക്കും? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. കോംപ്ലിമെന്ററി ആവുമ്പോൾ same as indifference curve, ഐസോകോണ്ട് will be L shaped. Okay, so ആ ഒരു ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. Okay, അടുത്ത ക്വസ്റ്റ്യൻ, what does the marginal utility of a good represent? Option A, the total utility from all units. Option B, the change in utility from one additional unit. Option C, the price of the good. And option D, the cost of producing the good. ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ബി. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ്? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഫ്രം വൺ അഡീഷണൽ യൂണിറ്റ്. സോ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി implies option A, utility always increases. Option B, total utility becomes negative. Option C, marginal utility declines with more consumption. Option D, marginal utility remains constant. ഏത് ആൻസർ വരുന്നത്? yes, option C, marginal utility declines with more consumption. സോ ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസും ഓർത്ത് വെക്കണം. എന്തൊക്കെയായിരുന്നു അസംഷൻസ്? ബേസിക് അസംഷൻസ് റേഷണാലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി, പിന്നെ ഹോമോജീനിയസ് കൺസംഷൻ, അതായത് ഓരോ കൺസംഷനിലും സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കും അവർ കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ there will be no time interval, ടൈം ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല between each consumption. അടുത്ത ക്വസ്റ്റ്യൻ, which of the following correctly describes the income effect? Option A, a change in quantity demanded due to change in goods price. Option B, a change in demand due to change in consumer income. And option C, a change in demand due to change in the price of related goods. Option D, a change in quantity due to increased income purchasing power of normal goods. ഇതിൽ ഏതാണ് ഇൻകം എഫക്റ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ട് ഓപ്ഷൻ ഡി വന്നത്? സി, എന്താണ് ഇൻകം എഫക്റ്റ്? ഇൻകം എഫക്റ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് കൺസ്യൂമർ ഇൻകം. നോമിനൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ടല്ല ഇൻകം എഫക്റ്റ് വരുന്നത്, പകരം പ്രൈസിൽ വരുന്ന
പലരും ഓപ്ഷൻ ബി ആണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ബി അല്ല ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാ? ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം. കൺസ്യൂമറിന്റെ നോമിനൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി എന്താണ് ഇൻകം എഫക്റ്റ്? ഇൻകം എഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് പ്രൈസ് എഫക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും. സോ ഈ ഒരു ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് റിയൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ആണ്. ഓക്കെ, അല്ലെങ്കിൽ പർച്ചേസിംഗ് പവറിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ച് ആണ് നമ്മൾ ത്രൂ ഇൻകം എഫക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൺസ്യൂമർ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോമിനൽ ഇൻകം, നോട്ട് റിയൽ ഇൻകം. റിയൽ ഇൻകം എന്താണ്? പർച്ചേസിംഗ് പവർ. അതെങ്ങനെ റിയൽ ഇൻകം ചേഞ്ച് ആവുന്നത്? റിയൽ ഇൻകം ചേഞ്ച് ആവുന്നത് പ്രൈസിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ്. ഓക്കെ, സോ എങ്ങനെ തെറ്റിയെന്ന് മനസ്സിലായില്ലേ? സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇൻകം പർച്ചേസിംഗ് പവർ ഓഫ് നോർമൽ ഗുഡ്സ്. അതായത് പ്രൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ, പ്രൈസിൽ റിഡക്ഷൻ വരുമ്പോൾ റിയൽ ഇൻകം അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ കൂടും. അതായത് മുന്നേ ഒരു 10 രൂപയാണ് ഉള്ളത്, അതൊരു 5 രൂപയായിട്ട് കുറയുമ്പോൾ if he has 10 rupees, he can buy 2 units of that particular commodity, right? So പ്രൈസിൽ ചേഞ്ചസ് വരുമ്പോൾ റിയൽ ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ്, അതാണ് ഇൻകം എഫക്റ്റിൽ പറയുന്നത്. ഓക്കെ, നോട്ട് നോമിനൽ ഇൻകം. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, substitution effect refers to option A change in demand due to higher income, option B preference for expensive goods, option C switching to a cheaper alternative when the price changes, option D no change in quantity consumed. ഏതാ ആൻസർ വരുന്നത്? യെസ്, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഗുഡിന്റെ, നമ്മൾ ഇപ്പോ ഗുഡ് എക്സ് ആണെന്ന് വിചാരിക്കാം, എക്സ് ഗുഡിന്റെ പ്രൈസിൽ റിഡക്ഷൻ വരുമ്പോൾ വൈ, നേരത്തെ നമ്മൾ കൺസ്യൂം ചെയ്തിരുന്ന ഗുഡ് വൈ ആണെന്ന് വിചാരിക്കാം. സോ വൈ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സിലേക്ക് സ്വിച്ച് ചെയ്യും കൺസംഷൻ. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് സ്വിച്ചിങ് ടു എ ചീപ്പർ ആൾട്ടർനേറ്റീവ് വെൻ ദി പ്രൈസ് ചേഞ്ചസ്. പ്രൈസിൽ ചേഞ്ചസ് വരുമ്പോൾ ഒരു ചീപ്പർ ആൾട്ടർനേറ്റീവിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ നമ്മൾ മീൻ ചെയ്യുന്നത്. The slope of an indifference curve represents marginal utility, total utility, marginal rate of substitution and opportunity cost. Yes, ആൻസർ വരുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS. ഐസോകോണ്ടിന്റെ കേസിലോ ഇറ്റ് വിൽ ബി MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡിഫറൻസ് കർവ്സ് ആർ ഓപ്ഷൻ എ concave to the origin, option B upward sloping, option C convex to the origin, and option D straight lines. So ഒരു നോർമൽ കേസിലുള്ള കാര്യം ചോദിച്ചിട്ടുള്ളത്. For normal goods, indifference curves are yes, convex to the origin. According to revealed preference theory, a consumer, option A, chooses randomly among goods, option B, reveals preference through surveys, option C, shows preference based on observed choices, and option D is indifferent between all goods. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? അക്കോർഡിംഗ് ടു റിവീൽഡ് പ്രിഫറൻസ് തിയറി. ആൻസർ ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചിലര് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. സി നമ്മള് തിയറിയിൽ എവിടെയും ത്രൂ സർവേസ് ആണ് അവരുടെ പ്രിഫറൻസ് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. ആരാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്?
പോൾ എ സാമുവൽസൺ. യെസ്, 1938 പോൾ സാമുവൽസൺ ആണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ആക്ച്വലി ലോ ഓഫ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റിക്ക് ഒരു അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് വന്ന തിയറിയാണ്. സോ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ എന്താ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്, ഇത് കൺസിഡർ 1938, 1938. സോ ആ ഒരു തിയറിയിൽ എന്താ പറയുന്നത്, പീപ്പിൾ വിൽ show preference based on the observed choices. അതായത് ചോയ്സസ് റിവീൽസ് ദ പ്രിഫറൻസ് ഓഫ് ദി പേഴ്സൺസ്. ആളുകളുടെ പ്രിഫറൻസ് ഷോ ചെയ്യുന്നത് ത്രൂ ചോയ്സസ് ആയിരിക്കും. അയാൾ ചൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ, അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇഫ് ഹി ചൂസസ് എ ഓവർ ബി, ഹി വിൽ ചൂസ് ദ സെയിം ഇൻ നെക്സ്റ്റ് പീരീഡ്. അതായത് ആളുകളുടെ പ്രിഫറൻസ് ആർ ഷോസ് ഇൻ ചോയ്സസ് ആണ് ആളുകളുടെ പ്രിഫറൻസ് ഷോ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി LES linear expenditure system is used to option A estimate monopoly pricing, option B explain luxury good consumption, and option C estimate demand based on subsistence level consumption, and option D explain cost behavior. ആൻസർ വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്, എസ്റ്റിമേറ്റ് ഡിമാൻഡ് ബേസ്ഡ് ഓൺ സബ്സിസ്റ്റൻസ് ലെവൽ കൺസംഷൻ.